ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഈ ഫ്രൂട്ടിന്റെ സത്താണ് അടങ്ങിയിരിക്കുന്നത്. അത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതേപോലെ തൈറോയിഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതേപോലെ തന്നെ മാനസികമായിട്ട് ഒരു സ്ട്രെസ് ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ഇതിലെ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സ്റ്റാമിന, എനർജി ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കും. അത് ഈ മുറിവുകളൊക്കെ വന്നിട്ട് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, മുറിവ് ഉണങ്ങാനൊക്കെ എളുപ്പത്തിൽ സഹായിക്കും ഇത് കഴിക്കുന്ന സമയത്ത്. സ്കിന്നിന് ആരോഗ്യം വെക്കും. ഇപ്പൊ സോറിയാസിസ് ഉള്ള ആളുകൾക്കും എക്സിമ ഉള്ള ആളുകൾക്കും മറ്റുള്ള സ്കിൻ ഡിസീസ് ഉള്ള ആളുകൾക്കും മുഖക്കുരൊക്കെ വന്ന് ആകെ പൊട്ടി ഒലിച്ച് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് ഫേസിലൊക്കെ ഉണ്ടായിരുന്ന കലകളൊക്കെ മാറി വരാനൊക്കെ സഹായിക്കും. അല്ല, അതിന് പറ്റിയ ഇൻഗ്രീഡിയന്റുകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, എന്ത് കഴിച്ചാലും വയറ്റിപ്പോച്ചല്, നെഞ്ചിരിച്ചല്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആളുകൾക്ക് ഇത് നല്ലതാണ്. അതേപോലെ തന്നെ ദഹന പ്രക്രിയകളെ എന്ത് ചെയ്യും, പ്രോപ്പർ ആക്കും. അതേപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനം നല്ലതാണ്. ഇപ്പൊ കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇത് കൊടുക്കണ്ട. ആരോഗ്യമുള്ള ഒരാൾക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അത് മനസ്സിൽ വെക്കണം. ബ്രെയിനിന്റെ ഫംഗ്ഷൻ നല്ലതാണ്. ഇത് കഴിക്കേണ്ട രീതി 30 മില്ലി ജ്യൂസ് എടുക്കുക, എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. 30 മില്ലി ഇളം ചൂടുവെള്ളം മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കി വെറും വയറ്റിൽ രാവിലെ കഴിക്കുക. ഇതാണ് ചെയ്യേണ്ടതുള്ളൂ. ഇത് ഗർഭിണികൾക്ക് കൊടുക്കാൻ പാടില്ല, മുലയൂട്ടുന്ന അമ്മമാർക്ക് കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ കിഡ്നി പേഷ്യൻസിന് നിങ്ങൾ കൊടുക്കണ്ട. ഇനി ബെറീസ് ആണ്. ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്, ഹൃദയാരോഗ്യത്തിന് നല്ലതാണ്.